സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ലൈഫ് ഇതൊരു സിമുലേഷനാണോ അനുകരണമാണോ എന്നൊക്കെയാണ്. ആർക്കാണ് ഇത് അനുകരണമായി അനുഭവപ്പെടുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഡ്രീം കാണുകയാണ്. വലിയൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് വീഴുന്നതായിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മൾ ആ വീഴുമ്പോൾ നമ്മൾ പേടിക്കുന്നതും നമ്മൾ ആ ഒരു അവസ്ഥയിൽ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ, വെപ്രാളം, അതേപോലെ വീണ് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുന്ന ആ ഒരു വേദന, ഇതെല്ലാം നമ്മൾ ഡ്രീമിൽ സ്വപ്നത്തിൽ വളരെ വ്യക്തമായിട്ട് അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷേ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിന് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. അപ്പോൾ ആ ഫിസിക്കൽ ബോഡിക്ക് അത് വെറും ഒരു സിമുലേഷനായിട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെറും ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം അത് റിയലായിട്ട് നമ്മൾക്ക് മൈൻഡിന് അനുഭവപ്പെടുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ ബോഡിക്ക് വെറും ഒരു സിമുലേഷനാണ്. സ്വപ്നം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ആ ഡേറ്റകളുടെ ഇൻഫർമേഷൻ്റെ സിഗ്നലുകൾ പ്രോസസ്സ് ചെയ്ത് ഒരു ലോജിക് സിസ്റ്റത്തിൽ ആ റിയൽ വേൾഡായിട്ട് നമ്മളെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളുടെ മൈൻഡിന്, ബ്രെയിനിന് ഒരു റിയൽ വേൾഡ് പോലെ നമ്മളും അതിൻ്റെ ഉള്ളിൽ ആ ഒരു വേദനയും അനുഭവിച്ചുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ റിയലായിട്ട് അനുഭവിക്കുന്ന പോലെ അനുഭവപ്പെടുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ റിയൽ ലൈഫ്. നമ്മളുടെ ഫിസിക്കൽ ബോഡിക്ക് റിയലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മളുടെ സോൾ ബോഡിക്ക്, അതായത് നമ്മളുടെ ജീവാത്മാവിന് ഇതെല്ലാം വെറും ഒരു സിമുലേഷൻ മാത്രമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഈ ഒരു ജന്മം മാത്രമല്ല, നമ്മൾ എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ അത്രയും ജന്മങ്ങളും വെറും ഒരു സ്വപ്നം പോലെ മാത്രമാണ് നമ്മളുടെ സോളിന് വാല്യൂ ഉള്ളൂ. അത് വെറും ഒരു സിമുലേഷനായിട്ടാണ് ആ സോളിന് അനുഭവപ്പെടുന്നുള്ളൂ. ആ സോൾ എൻറ്റിറ്റിയുടെ ആ ഒരു എനർജി തലത്തിൽ അതിനൊരു പോറൽ പോലും ഏൽക്കുന്നില്ല. എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, റിയലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു എനർജി തലത്തിൽ അതിനൊരു പോറൽ പോലും ഏൽക്കുന്നില്ല ജീവാത്മാവിന്. അപ്പോൾ ആർക്കാണിത് സിമുലേഷനായിട്ട് അനുഭവപ്പെടുന്നത്? ജീവാത്മാവിനാണ് ഈ റിയൽ ലൈഫ് സിമുലേഷനായിട്ട് അനുഭവപ്പെടുന്നത്. നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ഈ ലൈഫ് റിയലായിട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഉറങ്ങുമ്പോൾ നമ്മളുടെ മെൻ്റൽ മൈൻഡിന് ആ ഡ്രീം ഒരു റിയലായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് അത് വെറും ഒരു സിമുലേഷനായിട്ടാണ് അനുഭവപ്പെടുക. നമ്മുടെ ബോഡിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല നമ്മൾ സ്വപ്നത്തിൽ നമ്മൾക്ക് എന്ത് സംഭവിച്ചാലും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ലൈഫ് എടുത്തിരിക്കുന്ന ഈ സോളിന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു എനർജി വളരെ ചെറിയൊരു ക്യാരക്ടറായിരിക്കാം ഈ ഒരു ലൈഫിൽ അതെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ലൈഫിന് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വെറും ഒരു സിമുലേഷനായിട്ടാണ്. അതിൻ്റെ ബോഡിയിൽ ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. പലരും പല ക്യാരക്ടർ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടാവുക. ഓരോ വ്യക്തിയുടെയും എനർജി എത്രയാണെന്ന് നമുക്ക് അളക്കാൻ പോലും പറ്റില്ല. എത്രയോ സൂര്യപ്രകാശത്തെക്കാളും വലിയ ഒരു ഹെവി എനർജി തന്നെയാണ് ഓരോ ജീവാത്മാവും. പക്ഷെ അവരുടെ ആ ഫിസിക്കൽ ബോഡി ചിലപ്പോൾ വളരെ ചെറിയൊരു ക്യാരക്ടർ എടുത്തിട്ടായിരിക്കും ഈ ലൈഫ് പ്ലേ ചെയ്യുന്നത്. നമ്മൾക്ക് ഫിസിക്കലി കാണുമ്പോഴും അവരുടെ ഫിസിക്കൽ അപ്പിയറൻസും അവരുടെ വേഷവും അവരുടെ ജോബും അവരുടെ സ്റ്റാറ്റസും ഇതൊക്കെയാണ് നമുക്ക് ഫിസിക്കലി കാണാനും പറ്റുള്ളൂ. ഒരു വ്യക്തിയുടെയും എനർജി ലെവൽ എന്താണെന്ന് നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കാണാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ വ്യക്തികളും ഒരേ എനർജിയിലാണോ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ പല വ്യക്തികൾക്കും പല എനർജികളാണ്. നമ്മൾക്ക് സാധാരണക്കാരെന്ന് തോന്നുന്ന പല ചെറിയ സിമ്പിൾ ക്യാരക്ടർ എടുത്തിട്ടുള്ള വ്യക്തികളും വളരെ വലിയൊരു ഹെവി എനർജി തന്നെയായിരിക്കും അവരിൽ ഉണ്ടാവുക. അവരെത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, അവരെത്ര എക്സ്പീരിയൻസ് എടുത്തിട്ടുണ്ട്, അവരിൽ എത്ര നന്മകളുണ്ട്, ഇതെല്ലാം ആശ്രയിച്ചിരിക്കും അവരുടെ എനർജി എന്താണെന്നുള്ളത്. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾക്ക് ചിലപ്പോൾ അവരൊരു വെറും സാധാരണ വ്യക്തിയായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. നമ്മൾക്ക് ചിലപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റായിട്ടാവും അനുഭവപ്പെടുന്നുണ്ടാവുക. യഥാർത്ഥ ശരിയും തെറ്റും വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ടാവില്ല.
എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്തുകൊണ്ടായിരിക്കും അവരിത് ചെയ്യുന്നത്, ഇതൊന്നും തിരിച്ചറിയാനുള്ള ഒരു നമ്മുടെ ഫിസിക്കൽ ബ്രെയിനിന് അത് സാധിക്കില്ല. ഫിസിക്കലി ഇപ്പോൾ എന്ത് നടക്കുന്നു അത് മാത്രമാണ് നമുക്ക് ആ ലോജിക് മൈൻഡിൽ തിങ്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എനർജി വൈസ് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നേ ഇല്ല. നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ഈ ലോകം വെറും ഒരു സിമുലേഷനായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവാത്മാവിന് തന്നെയാണ്. ഈ ജീവാത്മാവ് ഇനിയും ചിലപ്പോൾ അനേകം ജന്മങ്ങൾ എടുത്തേക്കാം, വേറെ ക്യാരക്ടർ എടുത്തേക്കാം. ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു സിമുലേഷനാണോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്സസ് ചെയ്യാൻ പറ്റണം, സൂപ്പർ കോൺഷ്യസ് മൈൻഡിനെ ആക്സസ് ചെയ്യാൻ പറ്റണം. സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് സുപ്രീം ഇൻ്റലിജൻസിൻ്റെ ഇൻഫർമേഷനെ കണക്ട് ചെയ്യാനും സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ഈ ലൈഫ് സോൾ ഒരു സിമുലേഷനായിട്ടാണ് കാണുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്നത്, എങ്ങനെയാണ് സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്നത്, എങ്ങനെയാണ് സുപ്രീം ഇൻ്റലിജൻസ് കോൺഷ്യസ്നെസ്സിലേക്ക്, അതായത് പൂർണ്ണ ബോധത്തിലേക്ക് നമ്മളുടെ സുപ്രീം കോൺഷ്യസ് മൈൻഡിനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമാണ്. ഇത് യോഗിക് ടെക്നിക്സാണ്. ഈ യോഗിക് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് പല സിദ്ധയോഗികളും ഇന്ന് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ഹൈഡായിട്ട് ഇരിക്കുന്നത്. അതിൽ ഹിമാലയൻ യോഗീസ് ഉണ്ടാവാം, ടിബറ്റൻ യോഗീസ് ഉണ്ടാവാം, ബുദ്ധിസ്റ്റ് മോങ്സ് ഉണ്ടാവാം. അവരൊക്കെ അവരുടെ ആ ബ്രെയിൻ ടെക്നോളജി ഉപയോഗിച്ച് അഡ്വാൻസ്ഡ് സുപ്രീം ഇൻ്റലിജൻസ് ആയിട്ട് ഹൈഡായി കഴിഞ്ഞു പലരും. അതിലേക്ക് നമ്മളെയും എത്തിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള ആ ഗുരുക്കന്മാർ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭൂമിയിലെ പോലെ അവിടെ മതമോ ജാതിയോ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. എല്ലാം പൂർണ്ണ ബോധത്തിലേക്ക് ലയിച്ചിരിക്കുന്ന ആ ഒരു എനർജി എൻറ്റിറ്റീസുകളാണ്. അവർക്ക് യാതൊരു വേർതിരിവുമില്ല. അപ്പോൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഓരോ ജീവനും, ഭൂമിയിലുള്ള ഓരോ ജീവനും നഷ്ടപ്പെടാതെ, നശിച്ചു പോകാതെ ആ ഒരു ഹയർ ഡയമെൻഷൻ ടെക്നോളജിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എനർജി, അതായത് നമ്മളുടെ നെഗറ്റീവ് ഫീലിങ്സ്, ബ്ലോക്കുകൾ, നമ്മളുടെ സഞ്ചിത കർമ്മം, പ്രാരാബ്ധ കർമ്മം, ആഗമി കർമ്മം എല്ലാം സുപ്രീം കോൺഷ്യസിൽ നിന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ ചിന്തകളായിട്ടും തോട്ടുകളായിട്ടും. ഇതൊക്കെ ആവശ്യമില്ലാത്തതെല്ലാം എറേസ് ആയാൽ മാത്രമാണ് നമുക്ക് ഫോക്കസിങ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മൾട്ടി ടാസ്കിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിലും ഫോക്കസിങ് കിട്ടില്ല. ഫോക്കസിങ് കിട്ടിയാൽ മാത്രമാണ് ഈ ഗുരുക്കന്മാരിലേക്കൊക്കെ നമുക്ക് കണക്ഷൻ കിട്ടുള്ളൂ. അവരുടെ ഹെൽപ്പ്, അവരുടെ വൈബ്രേഷനിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ആ ഒരു ബ്രെയിനിൻ്റെ വൈബ്രേഷൻ, സങ്കല്പശക്തി, ജീവകാന്ത ശക്തി, അതിൻ്റെ ആ ഒരു ഫോക്കസിങ് ഒക്കെ ഉണ്ടായാൽ മാത്രമാണ് അവരിലേക്ക് കണക്ഷൻ കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഈ സഞ്ചിതകർമ്മം, പ്രാരാബ്ധകർമ്മ എല്ലാം എറേസ് ആവണം. നമ്മളുടെ കർമ്മങ്ങൾ മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ അനുഭവിക്കുന്നത്, നമ്മളുടെ പൂർവികരുടെ കർമ്മങ്ങൾ പോലും നമ്മളിവിടെ ചിന്തകളായിട്ട് വന്ന് നമ്മളത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും എത്രയധികം ചിന്തകളാണ്, എത്രയായിരം ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇതൊന്നും നമ്മുടെ സ്വന്തം തോട്ട്സോ കാര്യങ്ങളോ അല്ല, നമ്മുടെ നിയന്ത്രണത്തിൽ പോലും അല്ല. ഇതൊക്കെ നമ്മുടെ പൂർവികരിൽ നിന്നും ഉള്ള കർമ്മങ്ങളും ആണ് ചിന്തകളായിട്ട് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പൂർവികർ, നമ്മുടെ ജീവൻ നമുക്ക് കിട്ടിയത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് കിട്ടി, അങ്ങനെ പൂർവികരിൽ നിന്ന് ആണ് ഈ ജീവൻ ഇങ്ങനെ പകർന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ജനറ്റിക് ഇൻഫർമേഷനുകളും അതിലുണ്ടാവാം, അതിൻ്റെ എല്ലാ കാർമിക് ഇൻഫർമേഷനുകളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും.
അപ്പോൾ ഇത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമൊന്നുമല്ല, എല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പൂർവികരുടെ കർമ്മങ്ങൾ, സഞ്ചിത കർമ്മം, പ്രാരാബ്ധ കർമ്മം, ആഗമി കർമ്മം, നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എറേസ് ചെയ്യണമെങ്കിൽ ഫോക്കസിങ് ചെയ്യണം. ഫോക്കസിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ഒരു 12 മിനിറ്റ് നമുക്കൊരു കാര്യത്തിലേക്ക് ഫോക്കസിങ് ചെയ്താൽ ഈ ഹൈലി ഡയമെൻഷൻ സുപ്രീം ഇൻ്റലിജൻസ് ആയിട്ട് നിൽക്കുന്ന ഗുരുക്കന്മാരുടെ ആ ഒരു എനർജി വൈബ്രേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. എത്തിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഗ്രാജ്വലി നമുക്ക് ആ ഒരു അവരുടെ ടെക്നോളജി, ആ ഒരു അതർ ഡയമെൻഷനിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു ഇതിലേക്ക് നമ്മളെ അവർ നയിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നോളജ് എത്രയുണ്ട് അതിനനുസരിച്ചിട്ടുള്ള അനലോഗ് ഡേറ്റകൾ അവർ നമ്മുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് തരും. അതിനെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്കത് ഓരോന്നും മനസ്സിലാകാനും തുടങ്ങും. നമ്മളുടെ ലോജിക് തിങ്കിങ് വെച്ചിട്ട് നമുക്കത് മനസ്സിലാവാൻ തുടങ്ങും. അനലോഗ് ഇൻഫർമേഷനുകൾ നമുക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ വൈബ്രേഷൻ, ഫ്രീക്വൻസി, സൗണ്ട്, പ്രകാശം, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥം, അതിൻ്റെ കാര്യങ്ങൾ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനെ നമ്മൾ ഡിജിറ്റലൈസേഷൻ ചെയ്ത് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ജീവകാന്ത ശക്തിയെ ഫോക്കസ് ചെയ്യാൻ പഠിക്കണം. അതിന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫോക്കസ് കൊണ്ടുവരണം. ആ ഫോക്കസ് നമ്മുടെ സുപ്രീം കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരണം. ആ സുപ്രീം കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവന്ന ഫോക്കസിനെ നമ്മൾ സുപ്രീം ഇൻ്റലിജൻസ് കോൺഷ്യസുമായിട്ട് കണക്ട് ചെയ്യണം. കണക്ഷൻ ഇല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അവയർനെസ് ഉണ്ടാവില്ല, ഒരു കാര്യത്തിലും ഫോക്കസിങ് ഉണ്ടാവില്ല. അവയർനെസ് ഇല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ അറിയുന്നില്ല നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സിമുലേഷനിലാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ തോട്ട്സ്, ചിന്തകൾക്കനുസരിച്ച്, ഫീലിങ്സിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റോബോട്ട് മാത്രമായിട്ട് മാറുമ്പോൾ നമ്മളൊരു സിമുലേഷനിലാണ്. യഥാർത്ഥ സോള്, അതായത് ആത്മാവ്, ഈ ശരീരം തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു സോള്, ആത്മാവ് ഒരു സിമുലേഷനിലാണ് എന്ന് പോലും അറിയാതെ നമ്മളുടെ തോട്ട്സ്, ഫീലിങ്സ് ഇതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോബോട്ടിനെ പോലെയായി മാറുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ റിയൽ എക്സ്പീരിയൻസ് സോളിന് വെറും സിമുലേഷനായിട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ ടൈം പീരീഡിനുള്ളിൽ ഈ ലൈഫ് തീരും. പക്ഷേ സോൾ ഒരിക്കലും എനർജി വൈസ് ഒരിക്കലും അത് നശിക്കുന്നില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ലൈഫ്. അടുത്ത ശരീരം സെലക്ട് ചെയ്യുന്നു, അതിന് വേണ്ട ക്യാരക്ടർ അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരേ വലിയൊരു ഹൈ റോളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ സക്സസ് ആയോ എന്ന് നോക്കാതിരിക്കുന്നതാണ് ബെറ്റർ. മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് നമ്മളുടെ സക്സസ്സിനെ നമ്മൾ നോക്കാതിരിക്കുന്നതാണ് ബെറ്റർ. നമ്മൾക്ക് എന്താണോ ഉള്ളത്, നമ്മൾക്കുള്ള കുറവുകളും നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ശരീരവും ഈ പേഴ്സണാലിറ്റിയും ഇതിനെയെല്ലാം നമ്മൾ സ്നേഹിച്ച് തുടങ്ങിയാൽ മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സക്സസ് ആയിട്ടില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യും. യഥാർത്ഥത്തിൽ ശരിയായ ഒരു സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നുവോ അവിടെ നമുക്ക് ആത്മസംതൃപ്തിയും സന്തോഷവും ഉണ്ടെങ്കിൽ അതാണ് സക്സസ്. അവർക്ക് കിട്ടിയിരിക്കുന്ന റോൾ ചിലപ്പോൾ അതായിരിക്കാം. അവർ ആ ഒരു ചിലപ്പോൾ ഫേമസ് ആയിരിക്കാം, സെലിബ്രിറ്റി ആയിട്ടുണ്ടാവാം. അവർക്ക് കിട്ടിയിരിക്കുന്ന റോൾ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നു, അതിലവർ സക്സസ് ആണ്. നമ്മൾ അതേപോലെ അനുകരിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ഫെയിലായിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ സോൾ ഈ ക്യാരക്ടർ എടുത്തിരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി പ്ലേ ചെയ്യാനായിരിക്കില്ല. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾക്കുള്ള കുറവുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഈ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ, ഈ ഒരു സൗന്ദര്യത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറവുകൾ എനിക്കുണ്ടാവാൻ എന്തോ ഒരു റീസൺ ഉണ്ട് ഈ ഒരു ക്യാരക്ടറിലേക്ക് പ്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്തി അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളുടെ യഥാർത്ഥ ലൈഫ് പർപ്പസിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം മറ്റുള്ളവർ ചിലപ്പോൾ അവരുടെ ആ ഒരു
ലൈഫ് പർപ്പസ് കറക്റ്റായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടാവാം, സക്സസ് ആയിട്ടുണ്ടാവാം. നമ്മൾ അതിലേക്ക് അനുകരിക്കാൻ ശ്രമിക്കരുത്. നമ്മളെന്താണോ, നമുക്ക് ചിലപ്പോൾ സംസാരിക്കാൻ അറിയുന്നുണ്ടാവില്ല, നമുക്ക് ചിലപ്പോൾ അവരുടെ അത്രയും സൗന്ദര്യം ഉണ്ടാവില്ല, നമുക്ക് ചിലപ്പോൾ അവരുടെ അത്രയും ധനമുണ്ടാവില്ല, നമുക്ക് ചിലപ്പോൾ അവരുടെ പോലെ പ്രശസ്തിയോ ഇതൊന്നും പദവികളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു കുറവിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്തോ ഒരു റോൾ ഇവിടെ ഉണ്ട് ഈ ഒരു ക്യാരക്ടറിൽ എന്ന് മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയാൽ കറക്റ്റായിട്ട് നമ്മളുടെ ആ ലൈഫ് ട്യൂൺ ചെയ്യാൻ തുടങ്ങും. ഈ എനർജി എൻറ്റിറ്റീസുകളുടെ ഒരു ഹെൽപ്പ് നമുക്കുണ്ടാവും. സുപ്രീം കോൺഷ്യസ് മൈൻഡിലേക്ക് പൂർണ്ണ ബോധത്തിൽ നിന്ന് നമ്മളിലേക്ക് ഇൻഫർമേഷനുകൾ വരാൻ തുടങ്ങും. അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവാനും തുടങ്ങും. അപ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊരു സിമുലേഷനാണ്, ഈ ഒരു ക്യാരക്ടർ നമുക്ക് എന്താണോ കിട്ടിയിരിക്കുന്നത് അത് ഭംഗിയായിട്ട് പ്ലേ ചെയ്താൽ മതി. ആ കുറവുകൾ എന്താണോ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ കുറവുകളിൽ ഇരുന്നു കൊണ്ട് അത് ഭംഗിയായിട്ട് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആത്മസംതൃപ്തി നിറയാൻ തുടങ്ങും, സന്തോഷം വരാൻ തുടങ്ങും. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് പൂർണ്ണമായ ഒരു സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നമ്മൾ ഫെയിലായി എന്നുള്ള ഒരു ആ തോട്ടിലേക്ക് നമ്മൾ വരാതെ നമ്മൾക്ക് എന്താണോ ഉള്ളത്, ഏത് ക്യാരക്ടറാണോ കിട്ടിയിരിക്കുന്നത് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡായി അതിനുശേഷമാണ് നമ്മളിലേക്ക് യഥാർത്ഥ ലൈഫ് പർപ്പസിൻ്റെ ആ ഒരു കാര്യം പോലും എത്തുള്ളൂ. അല്ല എങ്കിൽ നമ്മളുടെ ആ ഫോക്കസ് എവിടെ ഉണ്ടാവും? നമ്മളുടെ കുറവുകളിൽ നമ്മൾ ചിന്തിച്ച് നിരാശയിലേക്ക് പോകും. അപ്പോൾ നിരാശ നമുക്ക് ഒരു സംതൃപ്തിയോ സന്തോഷമോ സമാധാനമോ ഒന്നും തരില്ല. സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സഫറിങ്ങിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. നമുക്ക് ആ സഫറിങ്ങിൽ ജീവിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സോള് ഈ ലൈഫ് എടുത്തിരിക്കുന്നത് ഏതോ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ പ്ലേ ചെയ്യേണ്ടത്. മറ്റുള്ളവരെ അനുകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ആ പൂർണ്ണ ബോധം തന്നെയാണ് അവരിലും ഉള്ളത്, നമ്മളിലും ഉള്ളത്. അപ്പോൾ ആ പൂർണ്ണ ബോധം തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്, ജനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ തുടങ്ങണം. നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ പൂർണ്ണമായി നമ്മൾ സ്നേഹിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് യഥാർത്ഥമായ ഒരു സന്തോഷവും ആത്മസംതൃപ്തിയും ഒക്കെ നമ്മളിൽ വരാൻ തുടങ്ങുള്ളൂ. ഇതാണ് ഈ ലൈഫ് ഒരു സിമുലേഷനാണോ? ആർക്കാണത് സിമുലേഷനായിട്ട് അനുഭവപ്പെടുന്നത്? സോളിനാണത് സിമുലേഷനായിട്ട് അനുഭവപ്പെടുന്നത്. നമ്മളുടെ ഫിസിക്കൽ ബോഡിക്ക് അത് ഒരു റിയൽ ലൈഫായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.